എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മായസ്റ്റാരത്തിലേക്ക് സ്വാഗതം. പൂരം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ജനുവരി 2026 മുതൽ ഡിസംബർ 2026 വരെയുള്ള ഒരു വർഷക്കാലത്തെ ഫലം എങ്ങനെയാണെന്ന് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആയി ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. ജനുവരി 2026 മുതൽ ഡിസംബർ 2026 വരെയുള്ള ഒരു വർഷക്കാലത്തെ ഫലം എങ്ങനെയാണ് എന്ന് നോക്കാം. Two of Cups, Three of Cups, Empress, Death card, Seven of Pentacles, Lovers Energy connection. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ വരുന്നൊരു വർഷക്കാലം എന്ന് പറയുന്നത് വളരെ സുന്ദരമായിട്ടുള്ളൊരു വർഷമാണ്. പ്രത്യേകിച്ച് ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങളും ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ആണെങ്കിൽ എല്ലാ തരത്തിലുള്ള ചേഞ്ചസ് ലൈഫിൽ കൊണ്ടുവരുന്ന ഒരു വർഷം തന്നെയാണ്. ആദ്യം തന്നെ ടു ഓഫ് കപ്സ് എനർജിയാണ്. അപ്പോൾ വിവാഹം നടക്കാത്തവരെ സംബന്ധിച്ചിടത്തോളം വിവാഹ സാധ്യതകൾ നൽകുന്ന ഒരു വർഷമായിരിക്കും. ജീവിതത്തിൽ പ്രണയത്തിലായിട്ടുള്ളവരാണെങ്കിൽ പ്രണയം, വിവാഹം എന്നുള്ളൊരു ആ ഒരു ഇതിലേക്ക്, അതായത് പ്രണയിതാക്കൾ എന്നുള്ളതിൽ നിന്ന് വിവാഹിതർ എന്നുള്ളൊരു ഇതിലേക്ക് മാറുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ പുതിയൊരു ലെവലിലേക്ക്, പുതിയൊരു ചിന്താഗതിയിലേക്ക് നിങ്ങൾ ഒരു മാറ്റം നിങ്ങളിൽ ഉണ്ടാകുന്നുണ്ട്. ഇത് ഓൾറെഡി വിവാഹിതരായിട്ടുള്ളവരാണ് എങ്കിൽ നിങ്ങളുടെ ജീവിത സാഹചര്യം അല്ലെങ്കിൽ ജീവിതത്തിൽ പ്രണയം നഷ്ടപ്പെട്ടു പോയി എന്നുള്ളൊരു ഫീലിംഗ്, അല്ലെങ്കിൽ ആ ഒരു മാരീഡ് ലൈഫിൽ ആ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്, ആ ഒരു അഡ്മിറേഷൻ, അതിലെവിടെയോ ഒരു കുറവുകൾ സംഭവിച്ച ഫീലിംഗ് ഒക്കെ അടുത്തിടെയായിട്ട് നിങ്ങളിലുണ്ടെങ്കിൽ ജീവിതത്തിൽ മൊത്തത്തിലൊരു മാറ്റം ഉണ്ടാകുന്നുണ്ട്. നിങ്ങളുടെ ജീവിത പങ്കാളിയിൽ നിന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു അപ്രോച്ച് നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളത് കൂടിയാണ് ഇതിവിടെ സൂചിപ്പിക്കുന്നത്. നല്ലൊരു പാർട്ട്ണർഷിപ്പ് ജീവിതത്തിൽ വരുന്നു എന്നുള്ളതും സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ മറ്റൊരു കാര്യം, വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കുക. കാരണം പ്രണയവും കാര്യങ്ങളൊക്കെ, പ്രപ്പോസൽസ് വരാം, അതേപോലെ പ്രണയത്തിൽ വീഴാനുള്ള സാധ്യത സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് ഒരു തെറ്റായിട്ടുള്ള കാര്യം എന്നുള്ളതിലല്ല, പക്ഷെ പഠന കാര്യങ്ങളിൽ കൂടി കൂടുതൽ ശ്രദ്ധിക്കുന്നില്ല എങ്കിൽ പഠനത്തിൽ ഉഴപ്പാനുള്ളൊരു സാധ്യത സൂചിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഒന്ന് ശ്രദ്ധിക്കുക. കാരണം ലൈഫിലൊരു പുതിയ ഫേസിലായിരിക്കും, പുതിയ സ്റ്റേജ് ഓഫ് ഹാപ്പിനെസ് ആയിരിക്കും ജീവിതത്തിൽ അനുഭവിക്കുന്നത്. അപ്പോൾ ആ ഒരു പുതിയ ബന്ധം ചില ആളുകളെ സംബന്ധിച്ച് ഹണിമൂൺ ഫേസ്, ഹണിമൂൺ സ്റ്റേജ് ആയിരിക്കും. അങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങളിൽ ഉഴപ്പാം. അപ്പോൾ അതുകൊണ്ട് വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പഠിത്തത്തിൽ ഇപ്പോൾ ജോലി ഉള്ളവരാണെങ്കിലും അല്ലെങ്കിൽ മറ്റു ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് പിന്മാറാതിരിക്കുക എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ത്രീ ഓഫ് കപ്സ് എനർജിയാണ്. ഒത്തിരി നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഒന്ന് സൂചിപ്പിക്കുന്നത്, നിങ്ങളെന്ന് പറയുന്ന വ്യക്തി ഒരു പക്ഷേ പ്രമോഷനോ കാര്യങ്ങളോ ജീവിതത്തിൽ സംഭവ്യമാകാൻ സാധ്യത സൂചിപ്പിക്കുന്നുണ്ട്. നിങ്ങൾക്ക് പ്രമോഷൻ ലഭിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ ജോലി സംബന്ധമായിട്ടുള്ള ആഘോഷങ്ങൾ കാര്യങ്ങളുണ്ട്. ചില ആളുകളെ സംബന്ധിച്ച് റിട്ടയർമെൻറ്റ് ഫേസ് ആയിരിക്കാം, ചിലപ്പോൾ റിട്ടയർ ആകുന്നതും ഫെയർവെൽ പാർട്ടീസ് ഒക്കെ കാണിക്കുന്നു. ഒരുപക്ഷെ ഒരേ സമയം തന്നെ നിങ്ങളൊരു പുതിയ ജോലിയിലേക്ക് കടക്കുന്നു, അതിൻ്റെ ആഘോഷവും സന്തോഷവും, അതോടൊപ്പം തന്നെ പഴയ പാർട്ടിയിൽ നിന്നൊരു പഴയ ഒരു ഓഫീസിൽ നിന്നൊരു ഫെയർവെൽ കാര്യങ്ങൾ, അങ്ങനത്തെ ഒരു സിറ്റുവേഷനും ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു എനർജിയാണ് കാണിക്കുന്നത്. പിന്നെ ലൈഫ് നിങ്ങൾ ഏത് രീതിയിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു ആ രീതിയിലേക്ക് പോകുന്നതിൻ്റെ ഒരു തൃപ്തിയും സന്തോഷം. ചില വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നിങ്ങൾ ആഗ്രഹിച്ച കോഴ്സ് വിദേശത്തേക്ക് പഠിക്കാൻ പോകാനുള്ള അവസരങ്ങൾ ഒത്തുവരുന്നുണ്ട്. മത്സര പരീക്ഷകൾ ഇതുപോലുള്ള കാര്യങ്ങളിലൊക്കെ വിജയസാധ്യതകൾ ഈ ഒരു വർഷം നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്ന് വെച്ചിട്ട് പഠിക്കാതെ മാർക്ക് കിട്ടുക എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യുന്നു അതിനനുസരിച്ചിട്ടുള്ള ഫലം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു വർഷത്തിൽ ലഭിക്കുന്നുണ്ട്. അപ്പോൾ സർക്കാർ ജോലിക്കൊക്കെ വേണ്ടി ശ്രമിക്കുന്നവർ, ഇപ്പോൾ ഏജ് ഓവറാവാൻ ഇനി അധികം സമയം ഇല്ല എന്ന് ചിന്തിക്കുന്നവർ, അല്ലെങ്കിൽ അങ്ങനെയുള്ളവരെയൊക്കെ സംബന്ധിച്ച് തീർച്ചയായിട്ടും വളരെ ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ടൈമിൽ നിങ്ങൾക്ക് ചാൻസ് ഉണ്ട്. അതേപോലെ റാങ്ക് ലിസ്റ്റിലൊക്കെയാണ് നിൽക്കുന്നവർ, നിങ്ങളുടെ നെക്സ്റ്റ് ഫേസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റ്, അതേ ഓഫർ ലെറ്റർ വരാം, സർക്കാർ ജോലി ലഭിക്കാനുള്ള അവസരമൊക്കെ. വിദേശത്തൊക്കെ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം നല്ല സമയമാണ്. ജോലി സംബന്ധമായിട്ട് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ ജോലിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടും സന്തോഷവും ആഘോഷങ്ങളും ഒക്കെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വർഷത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്.
ഇനി എംപ്രസ് എനർജിയാണ്. അപ്പോൾ വിവാഹിതരായിട്ടുള്ളവർ പ്രഗ്നൻസി സിറ്റുവേഷൻ സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ പ്രഗ്നൻസിയുടെ ആ ഒരു പ്രായം, അതായത് സ്ത്രീകളെ സംബന്ധിച്ച് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ, സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും ഒരു പ്രായത്തിനു ശേഷം ഉണ്ടാകാവുന്ന, അല്ലെങ്കിൽ 40-45 വയസ്സ് കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ആ ഒരു പ്രായം കഴിയുമ്പോൾ നിങ്ങളുടെ ശാരീരികമായിട്ടുള്ള സ്ഥിരമായിട്ടുള്ള ചെക്കപ്പ് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് പല സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂസിലേക്ക് പോകുന്നത് നിങ്ങൾക്ക് ഒഴിവാക്കാവുന്നതാണ്. അപ്പോൾ പലപ്പോഴും പലരും സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാതെ വിട്ട് കളയുന്നുണ്ടാവാം. ഓരോരുത്തരെയും സംബന്ധിച്ചിടത്തോളം സ്ത്രീകൾക്ക് സ്ത്രീ സഹജമായിട്ടുള്ള, അല്ലെങ്കിൽ പുരുഷന്മാർക്കാണെങ്കിലും പുരുഷ സഹജമായിട്ടുള്ള പ്രശ്നങ്ങൾ കാര്യങ്ങൾ ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങൾ നേരത്തെ അറിയുന്നത് മുന്നോട്ടേക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ കാര്യങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് നിങ്ങളെ സഹായിക്കുന്ന ഒന്നായിരിക്കും. പിന്നെ കുട്ടികളുള്ളവരാണെങ്കിൽ ഇപ്പോൾ ഈ പ്രഗ്നൻസി സിറ്റുവേഷൻ കാണിക്കുന്നുണ്ടെന്ന് പറഞ്ഞു, അപ്രതീക്ഷിതമായിട്ടുള്ള പ്രഗ്നൻസിയും ആകാം. അപ്പോൾ ഓൾറെഡി കുട്ടികളുണ്ട്, 1 വയസ്സോ 2 വയസ്സൊക്കെ ആകാൻ പോകുന്ന കുട്ടികളാണെങ്കിൽ പെട്ടെന്നൊരു കുട്ടി എന്നുള്ളത് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പ്രഗ്നൻസി സിറ്റുവേഷൻ ഉള്ളത് കൊണ്ട് അൺഎക്സ്പെക്റ്റഡ്, അൺവാണ്ടഡ് എന്നുള്ള രീതിയിൽ പ്രഗ്നൻസീസ് വരാം. അപ്പോൾ അത് വളരെയധികം ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഈ ഒരു സമയം പിന്നെ നിങ്ങളെ ഒത്തിരി 4 പേര് അറിയുന്ന ഒരു ലെവലിലേക്ക് ഫേമസ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഫെയിം ആൻഡ് റെക്കഗ്നിഷനൊക്കെ വരുന്ന സമയമാണ്. അപ്പോൾ നിങ്ങളുടെ കഴിവുകൾ, നിങ്ങളുടെ ടാലൻസ്, നിങ്ങളുടെ എബിലിറ്റീസ് മറ്റുള്ളവരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കാനുള്ള അവസരം വരുന്നു. അതുപോലുള്ള കാര്യങ്ങളിലും ഒക്കെ സാധ്യതകളുണ്ട്. പിന്നെ ജോലിയിലാണെങ്കിലും നിങ്ങളുടെ കഴിവുകൾ മറ്റുള്ളവർ മനസ്സിലാക്കുക, ജോലിയിൽ നിങ്ങൾക്ക് സപ്പോർട്ട് ലഭിക്കുന്നുണ്ട്, മുന്നേറാൻ ഒക്കെ സാധ്യതകൾ സൂചിപ്പിക്കുന്നുണ്ട്. നെക്സ്റ്റ് വന്നിട്ട് ഡെത്ത് കാർഡ് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വർഷം നിങ്ങൾ എന്താണോ മനസ്സിൽ ചിന്തിക്കുന്നത് ആ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോകും. അപ്പോൾ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് വരുന്ന ഒരു സമയം കൂടിയാണ് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് എന്ന് പറയുമ്പോൾ ഡെത്ത് എനർജിയാണ്. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ ലൈഫിൽ എന്താ പറയുക, വെനെവർ ഒരു സ്റ്റേജ് എൻഡ് ചെയ്യുമ്പോൾ പുതിയൊരു സ്റ്റേജ് തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിലേക്ക് വരികയാണ്. അപ്പോൾ ഒരു കാലഘട്ടം കഴിഞ്ഞു എന്നുള്ളത് അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കുക. ഇനി പുതിയൊരു തുടക്കമാണ്, അപ്പോൾ പുതിയൊരു ജീവിതമാണ്, അപ്പോൾ പുതിയ ജീവിതത്തിലേക്ക് നിങ്ങൾ കടക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കുകയും അതിനനുസരിച്ചിട്ട് മുന്നോട്ടേക്ക് പോവുകയും ചെയ്യുക എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. പുതിയൊരു ലൈഫ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരികയാണ്. അപ്പോൾ അത് ആ ഒരു സാഹചര്യത്തിനനുസരിച്ചിട്ട്, പ്രായത്തിനനുസരിച്ചിട്ടോ അതുപോലെ ലൈഫ് സ്റ്റൈലിനനുസരിച്ചോ ജീവിത സാഹചര്യങ്ങൾക്കൊക്കെ അനുസരിച്ചിട്ട് ആ മാറ്റം നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തിട്ട് മുന്നോട്ടേക്ക് പോവുക. പ്രായമായിട്ടുള്ള ആളുകൾ, വിദ്യാർത്ഥികൾ, ഓരോ ഫേസിൽ നിൽക്കുന്ന ആളുകളും ആ ഫേസിനനുസരിച്ച് എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്യാനായിട്ട് ശ്രമിക്കുക. 7 ഓഫ് പെൻറ്റക്കിൾസ് എനർജിയാണ്. ഇത് മറ്റ് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് അനുസരിച്ചിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നതിന് ഇതുവരെ ഫലമൊന്നും കിട്ടിയിട്ടില്ല എങ്കിൽ ഇതുവരെ ചെയ്ത പ്രവൃത്തിക്കുള്ള ഫലം ലഭിക്കുന്ന ഒരു വർഷമായിരിക്കും ഈ ഒരു വർഷം എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത്, എന്തിനു വേണ്ടിയിട്ടാണോ നിങ്ങൾ ശ്രമിച്ചത്, ആ ഒരു ശ്രമം സഫലമാകുന്ന വർഷമാണ്. പുതിയ ഓപ്പർച്യൂണിറ്റീസൊക്കെ ലൈഫിൽ അവസരങ്ങൾ വരുന്ന സമയമാണ്. പുതിയ ജോലി, പലതരത്തിൽ സാമ്പത്തിക നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ആയിരിക്കാം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതിനനുസരിച്ചിട്ടുള്ള നല്ല ഫലം ലഭിക്കുന്ന ഒരു സാഹചര്യമൊക്കെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വർഷത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നല്ല സ്ഥലങ്ങളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാനൊക്കെ നിങ്ങൾക്ക് സാധ്യമാകുന്നു. പിന്നെ ലവേഴ്സ് എനർജിയാണ്. അപ്പോൾ കൂടുതലായിട്ടും ഈ ഒരു വർഷം വിവാഹം, കുട്ടികൾ, കുടുംബം, ആ ഒരു എനർജിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു വർഷമാണെങ്കിൽ കൂടിയും മൊത്തത്തിൽ ലൈഫിൽ ചേഞ്ച് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ജോലിയാണെങ്കിലും വിദ്യാഭ്യാസമാണെങ്കിലും സാമ്പത്തികമാണെങ്കിലും ഒക്കെ ഒരു നേട്ടം ഉണ്ടാകുന്നുണ്ട്. എപ്പോഴും ഏത് സാഹചര്യമാണെങ്കിലും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ആളുകളുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അതായത് ഫാമിലിയിലാണെങ്കിൽ ഇപ്പോൾ സ്പൗസ്, ഹസ്ബൻഡ്, വൈഫ് തമ്മിലുള്ള ബന്ധം, അല്ലെങ്കിൽ അച്ഛനമ്മമാർ, കുട്ടികൾ തമ്മിലുള്ള ബന്ധം, അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഇതിനടുത്ത് വർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഓഫീസിൽ കൂടെ വർക്ക് ചെയ്യുന്ന ആളുകൾ, അങ്ങനെയുള്ളവർ നല്ല സപ്പോർട്ട് തരുന്നു. അപ്പോൾ ഒത്തിരി സപ്പോർട്ട് നിങ്ങൾക്ക് ചുറ്റിനും നിന്ന് ലഭിക്കുന്നു എന്നുള്ളത് നിങ്ങൾക്ക് ഒത്തിരി സന്തോഷം തരുന്ന ഒരു കാര്യമാണ് എന്നുള്ളതും സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ
ജീവിതം എങ്ങനെയാണ് നിങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിച്ചിരുന്ന ആ രീതിയിൽ തന്നെ ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ളത് ഒത്തിരി തൃപ്തി തരുന്ന ഒരു കാര്യം തന്നെയാണ് എന്നുള്ളതും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.